തൃശൂരിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആദ്യ ധനസഹായം റവന്യൂ മന്ത്രി കെ രാജൻ ഏറ്റുവാങ്ങി. തൃശൂർ പുത്തൂർ പഞ്ചായത്ത് 6-ാം വാർഡ് സ്വദേശി പാണന്തറ വീട്ടിൽ ഗോപാലന്റെ മകൻ ശരത്താണ് സഹായം തേടുന്നത്. ട്രസ്റ്റ് വർക്ക് ജോലിക്കാരനായ ശരത് 15 ദിവസം മുൻപ് പുത്തൂരിൽ ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ് കുടുംബത്തിന്റെ താളം തെറ്റിച്ചത്. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ശരത്. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷനും മറ്റ് ചികിത്സയ്ക്കുമായി ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന പിതാവ് ഗോപാലന് ഈ തുക സ്വപ്നം മാത്രമാണ്. അമ്മ കുമാരിയും 2 പെൺമക്കളും ഉൾപ്പെടുന്ന നിർധനരായ കുടുംബമാണ് ശരത്തിന്റേത്. ഇതോടെ മകന്റെ ജീവൻ തിരികെ പിടിക്കാൻ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. ഇതിനായി ശരത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് നാട്ടുകാരും ഒപ്പം ചേർന്ന് തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. മാന്താമംഗലത്ത് നടന്ന ധനസഹായം ഏറ്റുവാങ്ങൽ ചടങ്ങിൽ ചികിത്സാ സഹായ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ മന്ത്രി കെ രാജൻ ആദ്യ സഹായത്തുക ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, വാർഡ് മെമ്പർ ഷാജി പാരപ്പെട്ടിൽ, കൺവീനർ സുഭാഷ് ചുള്ളിപ്പറമ്പിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ റെജി ജോർജ്, TS മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ശരത്തിനെ സഹായിക്കാൻ കഴിയുന്നവർ ശരത് ചികിത്സാ സമിതിയുടെ പേരിൽ കനറ ബാങ്കിന്റെ പട്ടിക്കാട് ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് തുക നൽകാവുന്നതാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.